ഹലോ മലയാളി മക്കളെ വണക്കം. അപ്പം ടോപ്പ് 8 പറ്റി 8 അല്ലല്ലോ, ഇനി തൊട്ട് 7 ആണ്. അതിനെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ ചാലഞ്ചസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ വാഷ് ചെയ്ത ആൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ എവിക്ഷൻ നടന്നിട്ടുണ്ട്, അത് ആരെയാണെന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അപ്പം റീ എൻട്രി വന്നവർ കുറച്ച് കാര്യങ്ങൾ ഇവരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ ടോപ്പ് 8 എന്നുള്ളത് ടോപ്പ് 7 ആയിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവർ ഗെയിം അതിൽ നിന്നുമൊക്കെ പുറത്ത് വന്ന് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് എപ്പിസോഡ് വെളിയിലാണ്, പൊങ്കലായതുകൊണ്ട് എന്ന് പറഞ്ഞോട്ടാണ് കേട്ടോ സേതുപതി സാറിൻ്റെ എൻട്രി. നല്ല രീതിയിലാണ്, നല്ല കോസ്റ്റ്യൂമൊക്കെ ധരിച്ചാണ് കേട്ടോ എല്ലാവരും. അതേപോലെ സേതുപതി സാർ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പൊങ്കലാണല്ലോ, അതിൻ്റെ തന്നെ ഉള്ളൊരു കോസ്റ്റ്യൂമായിരുന്നു സേതുപതി സാർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമേ തന്നെ നിങ്ങളിൽ നിന്ന് കളയണം എന്ന് വിചാരിക്കുന്ന ഒരു ഗുണം, അതായത് നിങ്ങൾക്കിത് വേണ്ട, ഈ ബോഗിൽ ഇതിട്ട് എരിച്ചേക്കാം, കത്തിച്ച് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഗുണം. അതേപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് പോകുമ്പോൾ ഈ മെമ്മറി എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് കളഞ്ഞേക്കാം, എന്നേക്കമായിട്ട് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു മെമ്മറി, അത് ഏതാണെന്ന് പറയാൻ പറഞ്ഞിട്ട് പവിത്രാജനെ പറയുന്നത്. അതായത് എനിക്ക് ആ ബൊമ്മ ടാസ്കിന് വന്നിട്ട് എൻ്റെ ആ മറ്റേ ബൊമ്മയുടെ ഇടയ്ക്ക് ഞങ്ങളൊരു ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇവിടെ കളഞ്ഞിട്ട് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സേതുപതി സാർ പറയാണ്, ആ ബൊമ്മ രണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിനെ ഉണ്ടാക്കി. അങ്ങനെ ആയപ്പം എനിക്ക് ഒരു ജീവൻ കൊടുത്ത പോലെ ഉണ്ടായിരുന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയി തന്നെ ചെയ്തു. വീട്ടിൽ കൊണ്ടുപോയി വെച്ചപ്പം അതിൻ്റെ ആ ടാഗ് ഞാൻ മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് ജനനി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി പറയൂ, ഈ മെമ്മറി നിങ്ങൾ കൊണ്ടുപോകണ്ടയോ വേണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകണം സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ ജാക്ലിൻ പറയുന്ന ഓവറായിട്ട് എന്നെപ്പറ്റി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ആ ഗുണം ഞാൻ കത്തിച്ച് കളയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദീപക് സാറുമായിട്ട് ഉണ്ടാക്കിയ ഒരു വഴക്ക്, ആ വഴക്കിനെയാണ്, ആ മെമ്മറി എനിക്കിവിടെ വേണ്ട. കാരണം എൻ്റെ ഒത്തിരി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹമായിട്ട് എനിക്ക് നല്ലൊരു മിംഗ്ലിംഗ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ മെമ്മറി കളഞ്ഞാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദീപക് പറയുന്നുണ്ട് മുൻകോപം അത് എടുത്ത് കളയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അരുണുമായിട്ട് കിച്ചണിൽ ഞങ്ങളൊരു വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് നമ്മളോട് പറയുകയാണ്, ഏതിനെ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ പോയി ആ വഴക്കില്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് കാരണം ആ മെമ്മറിയാണ് എനിക്ക് വേണ്ടാത്തത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം പറയുന്നുണ്ട് കോപം, അതായത് കൺട്രോൾ പേറ്റൻസ്, അതായത് എനിക്കതില്ല, അത് എന്തെങ്കിലും ആരെങ്കിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കൺട്രോൾ ചെയ്ത് പറ്റത്തില്ല, അത് ഞാൻ കത്തിച്ച് കളയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റാണവ് വീണപ്പം മനുഷ്യത്വം ഇല്ലാതെ ഞാൻ പറഞ്ഞ ഡയലോഗ് ആ മെമ്മറിയാണ് എനിക്ക് വേണ്ടാത്തത് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് പേര് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ മുത്തുക്കുമരൻ പറയുന്നത്, ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ എനിക്ക് ഓവർ കോപമായിരുന്നു, ആ കോപം ഉണ്ടാവാൻ പാടില്ല, ആ മെമ്മറി എനിക്ക് വേണ്ട എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം റീ എൻട്രി ചെയ്തവരോട് ചോദിക്കുകയാണ്, കോപം എന്തിനാണ് ഇത്രയധികം ദേഷ്യം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ വെളിയിൽ പോയിട്ട് അകത്ത് വന്നപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനോട് ഭയങ്കര ദേഷ്യം പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നത്, അതായത് ഇവർ ടാസ്ക് നല്ലവണ്ണം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടോപ്പ് വീട്ടിലുള്ളവർ പറയുന്നുണ്ട് സാച്ചിനും രവീന്ദ്രനുമാണ്. അതെങ്ങനെയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ റയാൻ പറഞ്ഞുകൊണ്ട് പെട്ടിയെ പോയി എടുക്കുന്നത് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ജാക്ലിൻ പറയുന്നുണ്ട്, ഞങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കാനൊക്കെ അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാച്ചിനെ അതേപോലെ തന്നെയാണ്, നമുക്ക് വെളിയിൽ അത്ര ആൾക്കാരില്ല, അത് കാരണം ഞങ്ങൾ പെട്ടിയെടുത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ദീപക് പറഞ്ഞു എന്നെ നോക്കിയായിരുന്നു, പക്ഷെ അത് നടന്നില്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ രവീന്ദ്രൻ നല്ല രീതിയിൽ ചെയ്യുന്ന സാച്ചിനെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പം മുത്തുകുമാറിനും എന്നിട്ട് പറഞ്ഞു, ഇതേപോലെ എന്നോട് പറഞ്ഞത് പെട്ടി എടുക്കുന്നതിനെ പറ്റി അഭിപ്രായം എന്നാന്ന് പറയുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പം ജാക്ലിൻ പറയാം, ഇല്ല സാർ, അവനോട് മാത്രം ചോദിച്ചില്ല, ബാക്കി എല്ലാവരോടും ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അത് ഞാൻ അഭിപ്രായം ചോദിച്ചായിരുന്നു, അതിന് അവനോട് പോയി എടുക്കുമെന്ന് പറഞ്ഞു, ഇവനോട് അഭിപ്രായം മാത്രം ചോദിക്കുന്നു. അതെന്താ രവീന്ദ്രൻ അങ്ങനെ ഒരു
ഒരു 2 രീതിയിലുള്ള വർത്തമാനം ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ്റെ ഇതിനെപ്പറ്റി എന്നാണ് ജാക്ലിനോട് സൗന്ദര്യം റേയാനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് മുത്തുക്കുമാറിനെ സപ്പോർട്ട് ചെയ്ത് വന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. അത് കാരണം അദ്ദേഹം ജയിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധിക്കുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ സെദുവ സാറ് തുറന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫാറ്റ്മാന് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ കരഞ്ഞു. പിന്നെ ബ്രേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ കരച്ചിലൊക്കെ ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ വാൺ ചെയ്തെങ്കിലും പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തപ്പം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ചെയ്യാം എന്നാണ് എനിക്ക് മനസ്സിലായത്. മൈൻഡ് ഗെയിം ചെയ്യാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാവരോടും ഒരേപോലെ ചെയ്യാഞ്ഞത് എൻ്റെ തെറ്റാണെന്ന് നമ്മുടെ ഫാറ്റ്മാൻ പറയാണ് കേട്ടോ. പിന്നീട് വന്നിട്ട് എവിക്ഷനാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി പോകുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ടോപ്പ് 6 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇത്തവണ പോയിരിക്കുന്നത്. അപ്പം കാർഡ് കാണിക്കുമ്പോൾ ദീപക്കിൻ്റെ പേരാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദീപക്ക് പോകുന്നത്. എന്ത് ചെയ്യാനാ, എല്ലാം ജനങ്ങളുടെ കയ്യിലാണല്ലോ. അപ്പം ദീപക്ക് എവിക്റ്റഡ് ആയിരിക്കും. എല്ലാവരുടെയും യാത്ര പറഞ്ഞ് സ്റ്റേജിലേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പം മുത്തുക്കുമാറിനൊക്കെ ഭയങ്കര കരച്ചിലാണ്, ജാക്ലിൻ കരച്ചിലാണ്. ഏറ്റവും അവസാനം സത്യം പറഞ്ഞാൽ ബെസ്റ്റ് സീസണിലെ അതായത് 8 സീസണിലെ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റനാണ് നമ്മുടെ ദീപക്. അതിനുള്ള ആ ക്രൗണിൽ അതൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പം അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രോഫി ഓടിക്കാൻ പറയുന്നുണ്ടല്ലോ, ഉടയ്ക്കാൻ പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ആ ട്രോഫി ബിഗ് ബോസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കുമരനാണ് ദീപക്കിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ദീപക് ഇറങ്ങിപ്പോന്നു കേട്ടോ. അതൊക്കെ ഒരു ബെസ്റ്റ് അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നണ്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നാണ് കൊടുക്കുന്നത്. എല്ലാവരും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞാൽ ദീപക്കും പറയുന്നുണ്ട്. സ്റ്റേജിൽ ചെന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ കമൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. സെദുവ സാറിനോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ഒരു ആങ്കറാണല്ലോ, ആങ്കറിങ്ങിൻ്റെ രീതിയിൽ പറയുവാണ്. അടുത്ത ആഴ്ച നമുക്ക് കാണാം, ഗ്രാൻഡ് ഫിനാലെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലെ വെച്ച് വിജയ് സേതു സാറിനെ വരത്തുള്ളൂ. അതായത് ഈ ഞായറാഴ്ച പോലെയാണ് അടുത്ത ഞായറാഴ്ച നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്നാണ് ഗ്രാൻഡ് ഫിനാലെ എത്തിയതല്ലേ. അപ്പോൾ ദീപക് യാത്രയാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി പിന്നെ ഈ ആഴ്ച തന്നെ സേതു സാറിൻ്റെ ബർത്ത്ഡേയും കൂടി അതിന് ബിഗ് ബോസ് വിശ്വസ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ വിജയ് സേതു സാർ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ദീപക് ടോപ്പ് 6 ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. വോട്ട് കുറവായതുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ആഴ്ചയും കൂടെ ഉള്ളൂ ബിഗ് ബോസ്. അപ്പം ഈ ആഴ്ച പണപ്പെട്ടി വരും. അതും ആരെടുത്തോണ്ട് പോകത്തില്ല എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാവേ.